ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആടുകൾക്ക് അകിടുവീക്കം വരാതെ, പ്രസവത്തോടനുബന്ധിച്ച് നിൽക്കുന്ന ആ ആടുകൾക്ക് അകിടുവീക്കം വരാതെ നമുക്ക് ശ്രദ്ധിക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ കുഞ്ഞു ടിപ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടുനോക്കണം. നമ്മുടെ സുന്ദരിക്കിപ്പോൾ 148 ദിവസമായിട്ടുണ്ട്. ശരീരത്തിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കാണിക്കാത്തത്. പുറത്തോട്ട് അഴിച്ച് കെട്ടിയിരിക്കുകയാണ്. വീഡിയോ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പ്രസവം അടുത്ത ആടുകൾക്ക് അകിടുവീക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളം എടുക്കുക. ഞാൻ അവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം അകിടിലേക്ക് നല്ലപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ എടുത്തോ കേട്ടോ. അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ എടുത്തു. ഞാൻ സുന്ദരി അവിടെ അഴിച്ച് പുറത്ത് കെട്ടിയിട്ടുണ്ട്. 148 ദിവസമാണ് ഇന്നേക്ക് ആവുന്നത് കേട്ടോ. ഇന്ന് 148ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ ഉച്ച മുതലേ അഴുക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ വേറെ കരച്ചിലൊന്നും ഇല്ല. അവൾക്ക് വേദന വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെറുതായിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ വേദന വന്ന് തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അഴുക്ക് പോകുന്നുണ്ട്. വേറെ പ്രസവത്തിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. ഞാൻ അകിടിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അകിട് വീക്കം വരാതെ ശ്രദ്ധിക്കണം. പ്രസവം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രസവിക്കാറായതും ഇല്ലെങ്കിൽ അകിടിൽ പാല് നിറഞ്ഞു കഴിഞ്ഞാൽ അകിട് വീക്കം പെട്ടെന്ന് വരും. അപ്പോൾ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനും ബുദ്ധിമുട്ടായി പോകും. പിന്നെ അകിട് സാധാരണ രീതിയിലാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വരാതെ നമുക്ക് ശ്രദ്ധിക്കാം. 2 നേരം 3 നേരം പ്രസവിക്കാറായ ആടുകൾക്ക് നല്ലപോലെ അകിട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 3 നേരം നിങ്ങൾ തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ച ഐസ് വെള്ളം വേണമെന്നൊന്നുമില്ല, തണുത്ത വെള്ളം കൊണ്ടങ്ങ് അകിട് കഴുകി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരുപാട് കല്ല് പോലെ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ ആ പാൽ അകിടിൽ നിർത്തരുത്. പ്രസവത്തിനായിട്ടില്ലെങ്കിൽ കറന്നെടുക്കണം, ദിവസവും കറന്നെടുക്കണം. പിന്നെ പ്രസവിക്കുന്ന ആ മണിക്കൂറുകൾക്ക് മുമ്പേ ഇറങ്ങുന്നതാണ് കൊളസ്ട്രോൾ. അപ്പോൾ ആ ഒരു പാല്, കന്നിപ്പാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് ആ ഒരു പ്രസവത്തോടനുബന്ധിച്ച് ആ സമയത്ത് അകിടിൽ എന്തായാലും ആ ആടിൻ്റെ കുട്ടികൾക്കുള്ള പാല് ഉണ്ടാവും. അപ്പോൾ കല്ല് പോലെ ആയിട്ട് അകിട് വീങ്ങാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. നീരൊക്കെ വന്നു പോവും. അപ്പോൾ അതിന് മുന്നേ അങ്ങനെ ഉണ്ടെങ്കിൽ ആടിൻ്റെ പാല് കറന്ന് മാറ്റുക. അതല്ലെങ്കിൽ പിന്നെ തൈര് പോലെ സ്മെല്ലായിട്ട് അങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.